കൗമാരക്കാരായ കുട്ടികൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഐഡന്റിറ്റി ക്രൈസിസ്. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൗമാര ആരോഗ്യ വിദ്യാഭ്യാസ ട്രെയിനിങ്ങിന്റെ സിലബസ് അനുസരിച്ചുള്ള വിലപ്പെട്ട അറിവുകളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. കുട്ടികൾ പക്വതയില്ലാത്ത ചിന്തകളാലും പ്രവൃത്തികളാലും ചതിക്കുഴികളിൽ വീഴാതെയിരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് നമ്മൾ അച്ഛനമ്മമാരുടെയും അധ്യാപകരുടെയും കടമയാണ്. ആരോഗ്യപരവും സൃഷ്ടിപരവുമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഫലവത്തായി ആശയവിനിമയം ചെയ്യുന്നതിനും വ്യക്തികളെ സഹായിക്കുന്ന ഒരു കൂട്ടം സാമൂഹിക മാനസിക ശേഷികളെയാണ് ജീവിത നൈപുണികൾ എന്ന് പറയുന്നത്. ബാല്യ കൗമാര കാലഘട്ടങ്ങളിലെ ശാരീരിക മാനസിക ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നൈപുണിയാണ് സ്വയം അറിയൽ. വികസന മനഃശാസ്ത്രജ്ഞനായ എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ കൗമാരകാലത്ത് കുട്ടികൾ ഏറ്റവും അധികം മനഃപ്രയാസം അനുഭവിക്കുന്ന ഒന്നാണ് ഐഡന്റിറ്റി ക്രൈസിസ്. കൊച്ചുകുട്ടികളുടെ അടുത്ത് കളിക്കാൻ ചെന്നാൽ ചേട്ടനല്ലെങ്കിൽ ചേച്ചി വലുതായില്ലേ, ഞങ്ങൾ കൊച്ചുകുട്ടികൾ കളിക്കുന്നിടത്ത് വരണ്ട എന്നവർ പറയും. വീട്ടിൽ വളരെ സീരിയസ് ആയ ഒരു കാര്യം അച്ഛനും അമ്മയും മറ്റു മുതിർന്നവരും ചേർന്ന് ചർച്ച ചെയ്യുമ്പോൾ ആ പ്രശ്നത്തിനുള്ള കൃത്യമായ പരിഹാരം കൗമാരപ്രായത്തിലുള്ള കുട്ടിക്ക് തോന്നുന്നുവെങ്കിൽ അത് പറയാൻ തുടങ്ങുമ്പോഴേ മുതിർന്നവരുടെ വിലക്ക് വരും. നീ മിണ്ടരുത്, കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയരുത്, ഇത് ഞങ്ങൾ മുതിർന്നവർ എടുക്കേണ്ട തീരുമാനമാണ്. അതോടെ കുട്ടിയുടെ ആത്മവിശ്വാസം പോകും. തനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല എന്ന് തോന്നാം. ബാല്യത്തിൽ നിന്ന് പുറപ്പെടുകയും യൗവനത്തിൽ എത്തുന്നതിന് മുൻപ് മുതിർന്നവരുടെ അംഗീകാരം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ കുട്ടി അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും സ്വന്തം അനുഭവം ഓർമ്മ വരുന്നുണ്ടാവും. കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം? കുട്ടിക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണം. കുട്ടിയുടെ വീടാണത്. കുട്ടിയുടെ അഭിപ്രായത്തെ അംഗീകരിക്കണം. അഭിപ്രായം പ്രകടിപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ അറിയിക്കണം. മറ്റുള്ളവരുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി നടപ്പാക്കാൻ സാധിക്കുന്നതാണെങ്കിൽ വേണ്ടതുപോലെ ചെയ്യാം എന്ന് സംയമനത്തോടെ കുട്ടിയോട് പറയണം. അത് കുട്ടിക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്. കുട്ടിയെ ഇകഴ്ത്തി സംസാരിക്കരുത്. കൗമാരകാലത്ത് ശക്തമായ മനോബലം നേടാൻ സാധിക്കാത്ത വ്യക്തികൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമെന്ന് എറിക്സന്റെ വിലയിരുത്തലുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒരു ബന്ധം ആരംഭിച്ചിട്ട് നിലനിർത്താൻ സാധിക്കാതെ വരിക, വിവാഹ ജീവിതം സുഖകരമാകാതെ ജീവിക്കേണ്ടി വരിക, ഒന്നുകിൽ പങ്കാളിയെ സഹിക്കുക അല്ലെങ്കിൽ വിവാഹമോചനം നേരിടേണ്ടി വരിക, ആഘാതകരമായ സംഭവങ്ങൾ സ്ഥിരമായി അനുഭവിക്കേണ്ടി വരിക, ആരോഗ്യസ്ഥിതി മോശമാവുക, ജോലി നഷ്ടപ്പെടുക, സമ്മർദ്ദത്തോടെ ജീവിക്കേണ്ടി വരിക, മാനസിക ആരോഗ്യം മോശമാവുക തുടങ്ങി ഒട്ടേറെ അസംതൃപ്തമായ കൗമാരകാല അനുഭവങ്ങളുടെ ബാക്കി പത്രങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്ഫടികം സിനിമ എല്ലാവരും കണ്ടതല്ലേ? ചാക്കോ മാഷ് തൻ്റെ മകനോട് അവൻ്റെ കൗമാരകാലത്ത് കുറച്ചുകൂടി സ്നേഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ആടുതോമയുടെ അനുഭവങ്ങളിലേക്ക് മോഹൻലാലിൻ്റെ കഥാപാത്രം മാറുകയില്ലായിരുന്നു. സിനിമകൾ നമുക്ക് നൽകുന്ന നല്ല പാഠങ്ങളെ എടുക്കാം. നമുക്ക് നമ്മുടെ കൗമാരക്കാരായ മക്കൾക്ക് സ്നേഹവും പരിഗണനയും ആവോളം കൊടുക്കാം. കുട്ടിക്ക് സ്വതസിദ്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കേണ്ടത് കൗമാരകാലത്തല്ല, കുട്ടിക്കാലം മുതൽക്കേ സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുട്ടി വളരണം. കുട്ടിയെ വളർത്തുന്ന കാര്യത്തിൽ അച്ഛനമ്മമാരുടെ സമർപ്പണ ബുദ്ധിക്കാണ് പ്രാധാന്യം. ഒരു കുഞ്ഞിനെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളായി കൊണ്ടുവന്നുവെങ്കിൽ അതിനോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കുട്ടിക്ക് വേണ്ടി സമയം നീക്കി വെക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കുക. എന്നാൽ അത് വികലമാവാനും പാടില്ല. സ്വയം ആരാണെന്ന് തിരിച്ചറിയാൻ കുട്ടി പഠിച്ചാൽ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവില്ല. ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം സ്വയം തിരിച്ചറിയാത്തതും സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ സാധിക്കാത്തതുമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. 100% എനർജി കൊടുത്ത് സമർപ്പണത്തോടെയും ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് 100% തന്നെയാണ് റിസൾട്ട്. നമ്മൾ കുട്ടിക്കാലം മുതൽ മക്കളെ പരിശീലിപ്പിക്കേണ്ട പാഠവും ഇതുമാത്രമാണ്. വീഡിയോ സീരീസ് ഇവിടെ അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺഡ്, തുടരും.